ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂല് വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട്, അറിയോ? എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അന്നേരം നമ്മളെ നാവിലേതോ ഇബിലീസ് കയറി നമ്മളെ കൊണ്ടത് പറയിപ്പിച്ചതാ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ, വേണ്ട വേണ്ട അതില്ലോടാ. 100 വട്ടം ഒന്നും പറഞ്ഞു സാറ്, 1 വട്ടം പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ച്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്ത്, അത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി.